ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ആസ് എക്സ്പെക്റ്റഡ് ട്രംപ് ഒരു അഡീഷണൽ പെർസെൻറ്റേജ് കൂടെ അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു ടാരിഫിൻ്റെ മേളിൽ. ഇറ്റ്സ് അറൗണ്ട് 50%. ഫൈനലൈസ്ഡ് അല്ല, സമയമെടുക്കും. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ അറിയുന്നില്ല. നിങ്ങൾ ഓൾറെഡി സ്റ്റോക്ക് മാർക്കറ്റ് വീക്ഷിക്കുന്ന ഒരാളാണ് ഈ വീഡിയോയും കാണുന്നത്. സോ ദറ്റ് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അത് കയറിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഫാർമ സെക്ടർ, IT സെക്ടർ. ആക്ച്വലി സർവീസസ് ആണ്. അത് കൺഫേം ആയിട്ടില്ല. അതിൻ്റെ ലെവൽ എന്താണെന്നുള്ളത്, സ്റ്റാൻഡ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. രണ്ടാമത് ടെക്സ്റ്റൈൽ സെക്ടർ, കിറ്റക്സ് ഒക്കെ വീഴുന്നത് കണ്ടു ഇടയ്ക്ക് 2 ദിവസമായിട്ട്. ഓക്കെ, അപ്പോൾ ഗോയിങ് ഫോർവേഡ് നമുക്ക് നോക്കാം. ഓഗസ്റ്റ് 27 വരെ 3 ആഴ്ചത്തെ 4 ആഴ്ചത്തെ ഒരു റിലാക്സേഷൻ കൂടെ ഉണ്ട്. നമുക്കത് നോക്കാം വരും ദിവസങ്ങളിൽ. ഓക്കെ, നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് പോയിക്കഴിഞ്ഞാൽ ഇന്നലെ ഈ ഒരു ന്യൂസ് 50% എന്നുള്ളത് കേട്ടപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഇങ്ങനെ ഈ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിൽക്കുമായിരുന്നു. ഓൾമോസ്റ്റ് നമ്പർ അറിയാം, 24,600 എന്നുള്ള ഒരു നമ്പർ അവിടെ നിന്ന് ഒരൊറ്റ സ്പൈക്ക് താഴേക്ക് വീഴുന്നു. എന്നിട്ട് അത് റിക്കവർ ചെയ്ത് കറക്റ്റ് ആ ലൈനിൽ പോയി ടച്ച് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, 24,600 തിരിച്ച് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു ബെയറിഷ് ട്രയാങ്കിൾ ആയിരുന്നു. അത് ബ്രേക്ക് ചെയ്തു, താഴേക്ക് പോയി തിരിച്ച് വന്ന് പതുക്കെ റിക്കവർ ചെയ്ത് അതിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ആ ലൈനിൻ്റെ താഴെയാണ്. എങ്കിലും 24,500 മേളിലാണ് എന്ന് തന്നെ പറയാം. 24,500 to 24,600 എന്ന് പറയുന്നത് ആ ഒരു ക്യാച്ചിങ് ഏരിയയാണ്. അവിടെ ഹോൾഡ് ചെയ്ത് അവിടെ ഒരു ടച്ച്, അവിടെ ഒരു കൈ ഉണ്ടെന്നുണ്ടെങ്കിൽ സേഫർ ആണ്. അപ്പോൾ ആ ഒരു പിടുത്തം ഇട്ട് കഴിഞ്ഞാൽ, ആ ഒരു കൈ എടുത്ത് പോയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ താഴേക്ക് പോയേക്കാം. സോ 24,500 എന്നുള്ളത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. സോ കമ്മിങ് ടു അവർ മാർക്കറ്റ്, ഇപ്പോഴത്തെ ചാർട്ട് നോക്കിയാൽ ഇത് ഓൾമോസ്റ്റ് ഇതാണ് ഞാൻ സ്ഥിരം ഇട്ടിരിക്കുന്ന ലൈൻസ് എന്ന് പറയുന്നത്. എനിക്ക് ഓൾറെഡി അറിയാം, സ്ഥിരം കാണുന്ന ഒരു വ്യക്തിക്ക് ഇത് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, 24,600 എന്നുള്ള ഒരു മെയിൻ ബോക്സാണ് അവിടെ വരച്ചിരിക്കുക. 25,100 അടുത്ത് മേളിൽ 24,600 എന്നുള്ള ഒരു ഏരിയ. അപ്പോൾ ഇതാണ് നമ്മുടെ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത്. സപ്പോർട്ട് ഏരിയ ഒരിക്കൽ ബ്രീച്ച് ചെയ്തു, തിരിച്ച് വീണ്ടും റിക്കവർ ചെയ്തു, അടുത്ത് നമ്മൾ സ്ലൈറ്റ്ലി ബ്രീച്ച് ചെയ്തു. പക്ഷേ സ്റ്റിൽ 24,500 അകത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഈ ഒരു ഏരിയയ്ക്ക് അകത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യത എന്ന് പറയുന്നത് ഫ്ലാറ്റാണ്. സെല്ലിങ് വരുമോ എന്നുള്ളത് കണ്ടറിയണം. ആദ്യത്തെ 15 മിനിറ്റിൻ്റെ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മാർക്കറ്റിൽ എന്താണ് പെട്ടെന്ന് നടക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ട്രേഡ് എടുക്കുക എന്നുള്ളത് മാത്രമേ അവിടെയുള്ളൂ. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കർവിങ് നേച്ചർ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്നലെ നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു PE സൈഡിലുള്ള ഒരു ട്രേഡിലായിരുന്നു. അതും ഒരു നോർമൽ, ഒരു സാധാരണ ഒരു ട്രേഡായിരുന്നു. മാർക്കറ്റിൽ ഓൾമോസ്റ്റ് ഐ തിങ്ക് നമ്മുടെ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഓക്കെ, ഇന്നലെ ഏതാണ്ട് ഇങ്ങനൊരു ട്രെൻഡ് റിവേഴ്സൽ ഐ തിങ്ക് 600 ബ്രേക്ക് ചെയ്ത്. അപ്പോൾ ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് തിരിച്ച് വന്ന് ഓൾമോസ്റ്റ് മാർക്കറ്റ് ഒരു നെഗറ്റീവ് സൈഡിലേക്ക് പോകുന്ന ഒരു സമയത്ത് ഈ ഒരു ക്യാൻഡിലാണ് മാർക്കറ്റിൽ ഒരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി വന്നത്. സോ ഈ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഈ ഒരു ക്യാൻഡിൽ കണ്ടപ്പോൾ മാർക്കറ്റിനകത്ത് ഓൾറെഡി ഇവിടെ ഒരു പൊസിഷൻ എടുത്തിരുന്നു. അതായത് ഈ ഒരു ക്യാൻഡിൽ കയറി തിരിച്ച് ആ ക്യാൻഡലിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ട്രേഡ് വരുന്നു എന്ന് കണ്ടപ്പോൾ ഓൾറെഡി ഇവിടെ ആയിട്ടൊരു പൊസിഷൻ എടുത്തു. ഐ തിങ്ക് 615 617 റേഞ്ചിൽ 24,617 എടുത്തു. ഓൾമോസ്റ്റ് ഒരു 550 565 റേഞ്ചിൽ ഒഴിവാക്കി. ഓൾമോസ്റ്റ് ഒരു 110 പോയിൻറ്റ്സ് ഇല്ല 100 പോയിൻറ്റ്സ് പ്രീമിയത്തിനകത്ത് ക്യാച്ച് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അത്യാവശ്യം 2 ബ്രോക്കറിനകത്ത് പൊസിഷൻ ഉണ്ടായിരുന്നു. 2 ബ്രോക്കറിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം വേറെ പ്രത്യേകിച്ച് മാർക്കറ്റ് വളരെ സൈഡ് വൈസ് ആയിരുന്നു. ഇതിന് താഴേക്ക് വീണ്ടും ഒരു ട്രേഡിംഗ് സോൺ ഉണ്ടായിരുന്നു. അത് ട്രിഗർ ചെയ്തില്ല. മാർക്കറ്റ് അതിന് പകരം തിരിച്ച് വീണ്ടും ഈ ഒരു സൈഡ് വേസ് ഏരിയ പിടിച്ചു. ഓക്കെ, അതിനുശേഷം 1 അവറിന് മേളിൽ ട്രേഡിലിരിക്കാത്തത് കൊണ്ട് പിന്നെ ഒരു ഫോളിനെ കുറിച്ചൊന്നും പേഴ്സണലി നോക്കിയിട്ടില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സെല്ലിങ് ഓപ്പർച്യൂണിറ്റി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്ലൈറ്റ് ഒരു SL കീപ്പ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഇതിൻ്റെ റെപ്ലിക്ക തന്നെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ട്രേഡ് വേണമെങ്കിൽ കീപ്പ് ചെയ്യാമായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ സമയത്ത് മാർക്കറ്റിനകത്ത് ഞാനില്ല, അത്രയേ ഉള്ളൂ. സോ ഇന്നിപ്പോൾ എന്ത് സംഭവിക്കാം എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രെൻഡിന് കണ്ടിന്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഭീകരമായിട്ടുള്ള കൺസോൾട്ടേഷൻ, അതായത് ഇതൊരു ഡിസെൻഡിങ് ട്രയാങ്കിളായിട്ട് എടുത്തോ. ഈ ഒരു ബോട്ടം എന്ന് പറയുന്നത് ഒരു ഡിസെൻഡിങ് ട്രയാങ്കിളായിട്ട് എടുത്തിട്ട് സോ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന്, ഇത് കൃത്യമായിട്ട് വരച്ചതല്ല, എന്നാലും ജസ്റ്റ് പറയാൻ വേണ്ടി എടുത്തോ എന്നുള്ളതേ ഉള്ളൂ. സോ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ താഴേക്ക് നോക്കുക. 550
എന്നുള്ളൊരു ലെവലാണ് അവിടെ കിടക്കുന്നത്. കുറച്ച് റിസ്ക്കിയാണ്, ബിക്കോസ് മാർക്കറ്റ് ബൗൺസിങ് ഏരിയയിൽ നിന്നിട്ട് നമ്മളങ്ങനെ ഷോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് നല്ല ഫോള് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഇതിനെ നിങ്ങളുടെ ഐഡിയ ആയിട്ട് എടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് കയറുമ്പോൾ 600 to 660 മേളിൽ 720, 800 റേഞ്ച് ടാർഗറ്റ് വെച്ചുകൊണ്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അനാലിസിസ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ അനാലിസിസ് എന്ന് പറയുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ അനാലിസിസും 15 മിനിറ്റിലേക്ക് പോകാം. ക്രൂഡ് ഓയിൽ സെയിം നമ്മുടെ ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തു, തിരിച്ച് വീണ്ടും നമ്മുടെ ലെവലിൽ റീടെസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ട്രെൻഡ് വീണ്ടും നെഗറ്റീവിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചൊരു റീസൺ വന്നില്ല മേളിലോട്ട് കയറി പോകാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു പാറ്റേൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളത് മെയിനാണ്. ഈ ഏരിയയിലാണ് എന്നുണ്ടെങ്കിൽ, ഈ ഒരു ക്യാൻഡലിൻ്റെ മേളിലേക്കാണെന്നുണ്ടെങ്കിൽ ഓക്കെ 750 മേളിൽ നിങ്ങൾക്ക് ഒരു അപ്പർ സൈഡിനെ കുറിച്ച് ചിന്തിക്കാം. 5800 വരെയുള്ള അതിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഏരിയ 720 റേഞ്ച് വരെ, 788 വരെയൊക്കെ നമുക്ക് ടാർഗറ്റ് വേണമെങ്കിൽ കീപ്പ് ചെയ്യാൻ പറ്റും. താഴേക്കാണെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈനിൻ്റെ താഴേക്ക് നോക്കിയാൽ 600 വരെയുള്ള ഒരു മൂവ്മെൻറ്റിനുള്ള സാധ്യതയുണ്ട്. ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ സിനാരിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പയറി ഡേ ആണ്, ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. സോ ഇന്നത്തെ അനാലിസിസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ട്രേഡ് സേഫ്, ടേക്ക് കെയർ.